അന്തരീക്ഷത്തിൽ തങ്ങി നിന്ന ആരോപണം കടപുഴക്കാൻ കരുത്തുള്ള കൊടുങ്കാറ്റായി കേരളത്തിൽ ആഞ്ഞു വീശുകയാണ്. രാഹുലിന്റെ രാജി ചർച്ചകൾക്കിടെ വഴിമാറിപ്പോകുന്നത് നീതിയാണ്. പെണ്ണിനുള്ള നീതി, ഇരയ്ക്കുള്ള നീതി, സമൂഹ മാധ്യമങ്ങളിൽ വേട്ടയാടപ്പെട്ടവർക്കുള്ള നീതി. രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതി പ്രളയമാണ് ഉയർന്നത്. ഒന്നോ രണ്ടോ അല്ല. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി ലൈംഗികമായി ഉപയോഗിച്ചു, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു. അങ്ങനെ പരാതികൾ പലതാണ്. അതിൻ്റെയൊക്കെ തെളിവുകൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. വാട്സപ്പ് ചാറ്റുകളായി, വീഡിയോ കോൾ രേഖകളായി. സ്വന്തം കുഞ്ഞിനെ വയറ്റിൽ പേറുന്ന പെണ്ണിനോട് കൊന്നു കളയുമെന്ന ഭീഷണി സംസാരിക്കുന്ന തെളിവുകളാണ്. തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് അവിടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയുന്ന എനിക്കറിയാം. നമ്മൾ ഇങ്ങനെയാണോ പ്ലാൻ ചെയ്തത്? താൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നുണ്ട്? ഇത് ലൈഫിൽ ഉറപ്പായും ബാധിക്കും. എന്റെ ലൈഫ് തകരും എനിക്കറിയില്ലേ. എന്റെ ലൈഫ് തകരത്തില്ല, തന്റെ ലൈഫ് തകരത്തില്ല. ഉറപ്പായും തകരുന്ന പണിയാ താൻ ചെയ്തോണ്ടിരിക്കുന്നത്. തലയൊക്കെ പൊട്ടിപ്പൊളി, എനിക്ക് തലയൊക്കെ പൊട്ടിപ്പൊളിയാ. സീരിയസ്ലി എനിക്ക് പറ്റുന്നില്ല. തന്റെ ടെൻഷൻ മാറി കിട്ടണം. അതിന് ഞാനൊരു വസ്തുവാണ്. എനിക്ക് എന്തെങ്കിലും കളിക്കിട്ടൊന്ന് കൊല്ലാനാണോ? തനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് താൻ മിടുക്കനായിട്ടങ്ങ് പോവോ? ഒന്നിട്ട് ഞാൻ എന്താ ചെയ്ത് എനിക്ക് കൊല്ലാനാണ് തോന്നിയത്. തപ്പില്ല. എന്നിട്ടും ചിലർ ചോദിച്ചു, പരസ്പര സമ്മതത്തോടെയല്ലേ പോലീസിൽ പരാതി നൽകാത്തത്? എന്താണ്? കേസില്ലല്ലോ. ഓർക്കണം, ജനപ്രതിനിധികളാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ളതൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ? നമ്മുടെ മുമ്പിൽ വരണ്ടേ പരാതി? രാഷ്ട്രീയ രംഗത്തുള്ള പലരെ കുറിച്ചും പല രീതിയിലും ആളുകൾ പരാതി പറയും, ഇല്ലേ? ശത്രുത കൊണ്ട് പറയും, ഇഷ്ടമില്ലാത്ത കൊണ്ട് പറയും, പല രീതിയിൽ പറയും. ഗൗരവമുള്ള പരാതി നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മളത് ഗൗരവത്തോടുകൂടി പരിശോധിക്കും. അല്ലാതെ പരിശോധിക്കാൻ പറ്റുമോ? അല്ലാതെ എത്ര പേർക്കെതിരായിട്ട് ഏതെല്ലാം തരത്തിൽ ആളുകൾ എന്തെല്ലാം പറയുന്നുണ്ട്, അത് കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് പത്രസമ്മേളനത്തിലല്ല, മറിച്ച് നിയമ നടപടികളായിരുന്നു സ്വീകരിക്കേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈൻറ്റ് പറഞ്ഞു? അതുകൊണ്ട് പത്രസമ്മേളനം വിളിച്ചൊരു ബഹളം ഉണ്ടാക്കി, എന്നിട്ടും പേര് പറയാൻ ധൈര്യമില്ല. എന്തിനാ ഭയപ്പെടേണ്ട ആവശ്യം എന്താ? ഇതിപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. 4 കാലും തുമ്പിക്കൈയും കൊമ്പുമുള്ള ജീവി ഏതാണ്? സിംഹവും കരടിയും എന്നല്ലാതെ എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് മറ്റൊരു പാർട്ടി പോലല്ല. ഇതെന്ത് വന്നാലും ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇതിനേക്കാളും ഉന്നത നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയാറില്ല. ഇതൊരു കണക്കാക്കേണ്ട കാര്യമില്ല. പരാതിപ്പെടാത്തതോ പരസ്പര സമ്മതമോ ആണോ ഇവിടുത്തെ വിഷയം? പരാതി കൊടുത്തില്ലെങ്കിൽ നമ്മൾ ആ കേട്ട പെണ്ണിന്റെ ശബ്ദം മാഞ്ഞു പോകുമോ? എല്ലാ മാധ്യമങ്ങളും ആ പെൺകുട്ടിയുടെ ശബ്ദം എഡിറ്റ് ചെയ്താണ് നൽകിയത്. എന്നിട്ടും ആ ശബ്ദത്തിലെ വേദനയും കരുതലും നമുക്ക് ഓരോരുത്തർക്കും കേൾക്കാമായിരുന്നു. ചിലർ ചോദിക്കുന്നു, എന്താണ് പരാതി കൊടുക്കാത്തതെന്ന്? മുഖം കാണിച്ച പരാതി പറഞ്ഞവളുടെ ഗതി എന്താണിന്ന്? രണ്ടാം സരിതയെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയല്ലേ രാഹുലേട്ടൻ ഫാൻസ് ചെയ്തത്? അർദ്ധനഗ്നയായി മന്ത്രിമാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ എന്ന് ചോദിച്ചത് പാലക്കാട് MP ആണ്. ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? അതൊക്കെ പോട്ടെ, സൈബർ ഇടത്തിലെ അധിക്ഷേപത്തിൽ നിന്ന് വടകര MLAക്ക് പോലും രക്ഷയില്ലായിരുന്നു. സ്ത്രീകൾ അധിക്ഷേപിക്കപ്പെടുകയാണ്. നമ്മളൊരു നിലപാടെടുക്കുമ്പോൾ പറയുമ്പോൾ അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കെല്ലാം തരും. ഞാനിപ്പോൾ ഈ വിഷയത്തിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന് അടിയിൽ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് കേട്ടാൽ അറയ്ക്കുന്നതാണ്. ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ തെറിയ അഭിഷേകവും ഏറ്റവും മ്ലേച്ഛമായ അധിക്ഷേപങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികൾ എന്താണ് പരാതി പറയാത്തത്? പെൺകുട്ടികൾ എന്തിനാണ് മിണ്ടാൻ പോയത്? പെൺകുട്ടി എന്തുകൊണ്ട് പോലീസിൽ പോയില്ല? പെൺകുട്ടി എന്തുകൊണ്ട് പരാതി നേരത്തെ പറഞ്ഞില്ല? ചോദ്യങ്ങളെല്ലാം പെൺകുട്ടികൾക്ക് നേരെയാണ്, ഇരയ്ക്ക് നേരെയാണ്. അവളുടെ നിറവയറ്റിൽ ചവിട്ടുമെന്ന് പറഞ്ഞവനോട് നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലേ?
ഇത്രയധികം തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടും പെൺകുട്ടികൾ തന്നെ ഉത്തരം പറയണമെന്ന വാശി പിടിക്കുന്നത് എന്തിനാണ് മനുഷ്യരെ? നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കേഴ്സ്? നിങ്ങളും ഇതിനെ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത്തരം അധമമായ മുഖമില്ലാത്ത ആളുകളെ നിങ്ങൾ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഇനി പരാതി ആർക്കും കൊടുക്കാം. അപ്പം നിങ്ങൾക്കെതിരെ എനിക്കും പരാതി കൊടുക്കാം. എനിക്ക് പരാതി ചമപ്പിക്കാനും പറ്റും. അതെല്ലാം ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അതൊക്കെ പറ്റും. പക്ഷേ ആ ചമയ്ക്കപ്പെട്ടൊരു പരാതി പോലും എനിക്കെതിരായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഒന്ന് വിളിച്ചാൽ കൂടെ പോയി കിടക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഇതേ ചോദ്യം പുരുഷനോട് ചോദിക്കാത്തത് എന്താണ് നിങ്ങൾ?